കാവ്യ എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല, പക്ഷെ എണ്ണം നോക്കുകയാണെങ്കിൽ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള കാവ്യാണ്. ഐ എം നോട്ട് ഷുവർ ആണെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് ഭയങ്കര ഒരു വളരെ ഡിഫറെന്റ് ഡൈനാമിക്സ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കോ ആക്ടറാണ്. കാരണം ഞാൻ കാവ്യയോട് അഭിനയിക്കുമ്പോൾ എന്നേക്കാൾ ഒരുപാട് ചെറുപ്പമാണ് കാവ്യ, പക്ഷെ എന്റെ ഒരു 5 ഇരട്ടി എക്സ്പീരിയൻസ് ഉള്ള ആക്ടറായിരുന്നു. അപ്പൊ അതൊരു വളരെ സ്ട്രേഞ്ച് ഡൈനാമിക്സ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ ആക്ച്വലി എന്റെ തുടക്കകാലത്തെ സിനിമകളിലൊക്കെ ഒരുപാട് ഇൻ ദ സെൻസ് എന്നെ കംഫർട്ടബിൾ ആക്കാനും പിന്നെ എന്റെ പെർഫോമൻസ് സഹായിക്കാനും ഒക്കെ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ കാവ്യ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, നമുക്ക് മലയാള സിനിമയിൽ എല്ലാവർക്കും അന്ന് കാവ്യ ഒരു പെറ്റായിരുന്നു. കാരണം കാവ്യ ഒരു 13 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ചന്ദ്രൻ ഉദിക്കുന്നതിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു കൊച്ചുകുട്ടി എന്നുള്ളത് പിന്നീട് ആദ്യമേ അതങ്ങ് സെറ്റായി. അപ്പൊ സോയ എന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ള ഒരു കോ ആക്ടറാണ്. ശരിക്കും പറഞ്ഞ എനിക്ക് കാവ്യ മാധവനും പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകൾ എനിക്ക് പൃഥ്വിരാജിന്റെ ഏറ്റവും നല്ല ജോഡിയായിട്ട് തോന്നുന്ന നവ്യ നായരാണോ. ഒരുപക്ഷെ നന്ദനം എന്ന സിനിമയെക്കൂടെ അവരുടെ ഒരു ഇൻട്രോ എന്ന രീതിയിലായി എന്തോ എനിക്കറിയില്ല, പക്ഷെ എനിക്കെന്തും പൃഥ്വിരാജിന്റെ ജോഡി ഇഷ്ടം നവ്യ നായർ തന്നെ. പക്ഷെ ഈ കാവ്യ മാധവനുള്ള സിനിമകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടം, പലർക്കും ക്ലാസ്മേറ്റ്സ് ആയിരിക്കും ഇഷ്ടം, പക്ഷെ ഒരു കഥ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. കഥ പിന്നെ കങ്കാരു, വാസ്തവം, ക്ലാസ്മേറ്റ്സ്, പിന്നെ അനന്തഭദ്രം. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് അനന്തഭദ്രം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജും കാവ്യമാധവനുള്ള ജോഡിയാണ് ഇഷ്ടം, നവ്യ നായരാണോ ഇഷ്ടം? ഇനി അവർ തമ്മിലുള്ള ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യട്ടോ.